ഹായ് നമസ്തേ. തൃശ്ശൂരാട്ടോ. തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്ത് മുല്ലശ്ശേരി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. അവിടെ പ്രസിദ്ധമായ പറമ്പന്തളി മഹാദേവ ക്ഷേത്രത്തിന് മുൻപിലാണ് നിൽക്കുന്നത് കേട്ടോ. കുറേ പ്രത്യേകതകളുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പറമ്പന്തളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറമ്പന്തളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ വളരെ വിശദമായ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണുവാൻ ശ്രമിക്കുക. അനുവാദമില്ലാതെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി പാടില്ല എന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത് അനുവാദം വാങ്ങിച്ചതിന് ശേഷം തന്നെയാട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നമ്മൾ ക്ഷേത്രത്തിലേക്ക് പറമ്പന്തളി മഹാദേവ ക്ഷേത്രത്തിലേക്ക് കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് ഈ വലിയൊരു ബലിക്കല്ല കേട്ടോ. ഇത് മഹാദേവൻ്റെ ക്ഷേത്രമാണ്, അത് സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രമാണ്. രണ്ട് ക്ഷേത്രത്തിന് നേരെയും ഈ പറഞ്ഞ ബലിക്കല്ലുകളുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു 8 അടിക്ക് മുകളിൽ ഉയരമുള്ളൊരു വലിയ ബലിക്കല്ല കേട്ടോ. അതിഗംഭീരമായ ക്ഷേത്രം. നമുക്കിനി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് ചുറ്റുപാടെ കണ്ടിട്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം. പ്രകാശേട്ടാ നമസ്കാരം. നമസ്തേ. ഇത് പ്രകാശേട്ടനാണ്, ഈ നാട്ടുകാരനാണ്, ക്ഷേത്രത്തിലെ പ്രധാന ഭക്തനാണ്. അപ്പോൾ പ്രകാശേട്ടനാണ് നമുക്ക് വീഡിയോ എടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പ്രകാശേട്ടാ പറയും. അഴുവാഞ്ചേരിയുടെ ഊരാഴ്മയിലുള്ള ചിരപുരാതനമായ ശിവക്ഷേത്രമാണിത്. 108 ശിവാലയങ്ങളിൽ ഒന്നാണ് പറമ്പന്തള്ളി മഹാദേവ ക്ഷേത്രം. പാർവതിയില്ലാതെ 2 മക്കളായ സുബ്രഹ്മണ്യസ്വാമി, ഗണപതി എന്നീ ദേവതകളോടുകൂടി ഈ വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ഗണപതിയോടുകൂടി ഭഗവാൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. മാടത്തിലൊപ്പനായിട്ട് ഉയരത്തിലിരുന്ന് ഭക്തരെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ കൊടിമരം, ധ്വജസ്തംഭം ഈ അമ്പലത്തിന് ഇല്ല. പക്ഷെ പൂർവികമായി നഷ്ടപ്പെട്ടു പോയതാണെന്ന് പറഞ്ഞാലും തന്നെ വാസ്തുവിദ്യയുടെ ലെവലനുസരിച്ച് ഭഗവാന് മേലെ ധ്വജം വാഹനം നിൽക്കുന്ന രീതിയിലൊരു കൊടിമരത്തിന് സാധ്യത ഇവിടെ ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ മഹാദേവ ക്ഷേത്രം അഴുവാഞ്ചേരിയാണ്. അഴുവാഞ്ചേരിയുടെ മൂലക്ഷേത്രമാണ്. അവരിവിടുന്ന് മാറിപ്പോയതാണ്. അവർ മാറഞ്ചേരിക്ക് പോയി അവിടെ അഴുവാഞ്ചേരി നാട്ടിൽ ആദവനാട്ടിൽ അവർ താമസിക്കുന്നുണ്ട്. അഴുവാഞ്ചേരിയുടെ ഇപ്പോഴും ഊരാഴ്മയിലുള്ള ഒരു പ്രൈവറ്റ് ക്ഷേത്രമാണ് അഴുവാഞ്ചേരി ഗ്രൂപ്പ് ഓഫ് ദേവസ്വത്തിൻ്റെ 18 ക്ഷേത്രങ്ങളിൽ ഒന്ന്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള ബോർഡ് വരുമ്പോൾ പല സ്ഥലത്തും അഴുവാഞ്ചേരി തമ്പ്രാക്കൾ വക എന്ന് വെച്ചാൽ തമ്പ്രാക്കൾ അഴുവാഞ്ചേരി തമ്പ്രാക്കൾ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ബോർഡ് പല സ്ഥലത്തും കാണാം. ഇവിടെ മാനേജർക്ക് താഴെ 2 ക്ലർക്കൽ ജീവനക്കാരും പറമ്പന്തള്ളി മഹാദേവരെ നിന്ന് പൂജിക്കുന്ന 5 അടിയിൽ കൂടുതൽ ഉയരമുള്ള 6 അടിയോളം ഉയരമുള്ള ശിവലിംഗത്തിൽ നിന്ന് പൂജിക്കുന്ന മേൽശാന്തി സന്ദീപ് എമ്പ്രാന്തിരിയാണ്. അതിനുശേഷം താഴെ ദിനേശൻ എമ്പ്രാന്തിരി, താഴെ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമി. അതായത് സ്വാമിമലയൊക്കെ രീതിയിൽ ഓങ്കാരത്തിൻ്റെ പൊരുൾ അച്ഛൻ്റെ തൊഴിലെന്ന് പറയുന്നത് സ്വാമിയാണെന്ന് പലരും പറയുന്നുണ്ട്. അത് സ്വാമിമല പോയ കാലത്ത് അവിടുത്തെ പൂജകന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പറമ്പന്തള്ളി ഇവിടത്തേക്കാൾ പ്രധാനമാണ്, സുബ്രഹ്മണ്യം പ്രധാനമാണെന്ന് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സുബ്രഹ്മണ്യ സ്വാമി ഇവിടെ ഉണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ വടക്കൂട്ട് തിരിഞ്ഞിരിക്കുന്ന ഗണപതി, അത് അപൂർവ ക്ഷേത്രങ്ങളിൽ ഒരു കാഴ്ചയാണ്. അപ്പോൾ അദ്ദേഹവും സുബ്രഹ്മണ്യ സ്വാമിയും മഹാദേവനും തുല്യ പ്രധാനത്തിൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ആളുകൾ ഇത് മഹാദേവർ ക്ഷേത്രം തേവർ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അത് എൻ്റെ മുഴുവൻ പോലുള്ള എനിക്കും അറിയില്ല. ഞാൻ എൻ്റെ വിഷമം വരുമ്പോൾ എൻ്റെ തേവരെ എന്നാണ് വിളിക്കാറ്. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് ഈ ക്ഷേത്ര വിശേഷങ്ങൾ.
ഇവിടെ സ്ഥായിയായിട്ടുള്ള ഒരു ബ്രഹ്മരക്ഷസ് ഉണ്ട്. അത് വടക്ക് ഭാഗത്താണ്. എവിടെയാണ്? വടക്ക് ഭാഗത്താണ്. അത് കാണുന്നതാണ് ബ്രഹ്മരക്ഷസ്. അത് കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം അമ്പലം പല പ്രാവശ്യം ഇവിടെ അഷ്ടമംഗലങ്ങൾ നടത്തുന്നത്. അതിപ്പോൾ ഒരു ഏകദേശം 25 വർഷം മുന്നേ ആണെന്ന് എനിക്ക് എൻ്റെ ഓർമ്മ. ചേറോട് ബാലകൃഷ്ണ പണിക്കർ എന്ന് പറയുന്ന വടകിലെ പ്രസിദ്ധമായ ജ്യോത്സ്യൻ ഒരാഴ്ചയോളം ഇവിടെ അഷ്ടമംഗല പ്രശ്നം നടത്തുന്നതിന് നവീകരണങ്ങൾക്ക് വേഴപ്പറമ്പിലിനെ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്ത്. ഇതാണ് രക്ഷസിൻ്റെ സ്ഥാനം. അതിന് ശേഷം നമ്മൾ ഇവിടെ തന്നെ നാഗദൈവങ്ങളെയും ദേവീനെയും അമ്പലത്തിൻ്റെ ഈ വടക്ക് കിഴക്ക് കൂടുതൽ അത് അവിടെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. അവിടെ പൂജകനായിട്ട് ഇവിടുത്തെ പൂർവിക മേൽശാന്തിയുടെ മകൻ രഞ്ജിത്ത് അവിടെ ഉണ്ടല്ലേ. ഇത് നമ്മുടെ ഈ പറമ്പന്തളി മഹാദേവ ക്ഷേത്രത്തിലുള്ള രക്ഷസിന്റെ സ്ഥാനമാണ്. ഇത് കിഴക്കോട്ട് തിരിഞ്ഞ്, അതായത് കിഴക്കോട്ട് തിരിഞ്ഞ് ഇത് വടക്ക് വശമല്ലേ. ആ ക്ഷേത്രത്തിന്റെ വടക്ക് വശത്ത് കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണ് ഈ രക്ഷസിന്റെ സ്ഥാനം വരുന്നത് കേട്ടോ. ഇത് ഈ രക്ഷസ് ഒക്കെ മുന്നേ കാലങ്ങളിലുള്ളതാണ്. അതായത് ഒരു പക്ഷേ ഇതിന്റെ ഈ ദേവഭൂമിയുടെ അധികാരി ഒരു പക്ഷേ ഈ പറമ്പന്തള്ളി മഹാക്ഷേത്രം 108 ശിവാലയങ്ങളിൽ ഒന്നാണിത്. അപ്പൊ അത് വരുന്നതിന്റെ മുന്നേ രക്ഷസ് ഉണ്ടാവാം. അപ്പൊ ആ രക്ഷസ് രക്ഷസ് ക്ഷേത്രത്തോളം അല്ലെങ്കിൽ ക്ഷേത്രത്തെക്കാൾ പുരാതനമായിട്ടുള്ളതാണ്. വളരെ ശക്തനാണെന്ന് ഇത്തരം അനുഭവങ്ങളെ കൊണ്ട് ഇവിടെ ബോധ്യപ്പെടുത്തിയ രക്ഷസാണ്. അപ്പൊ രക്ഷസ് ദൈവമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നിരുന്നാലും രക്ഷസാണ് ഇതിന്റെ സമ്പൂർണ്ണ അധികാരി വേണമെങ്കിൽ പറയാം. അപ്പൊ അഷ്ടമംഗലത്തിന് ശേഷം അവിടെ ദേവിയുടെ പ്രതിഷ്ഠ നാഗങ്ങളുടെ ആരാധന തുടങ്ങിയിട്ടുണ്ട്. അത് എത്ര കാലമായിട്ട്? അത് ഈ ദേവീനെ ഏതോ ഒരു മേൽശാന്തിയുടെ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെ പറയാം. ഇവിടെ ഒരു കുഴ രൂപത്തിൽ അമ്പലത്തിന് മുൻഭാഗത്ത് പൂജിച്ചിരുന്നു. അപ്പൊ അത് ദേവി തുല്യ ശക്തിയുള്ളതാണ്, അവിടെയെല്ലാം വെക്കേണ്ടതെന്ന് അഷ്ടമംഗലത്തിൽ തെളിഞ്ഞു. ചുറ്റും ഇങ്ങനെ നിറച്ച് മരങ്ങളായിട്ട്, ക്ഷേത്രത്തിന് ചുറ്റും ഇങ്ങനെ നിറച്ച് മരങ്ങളാട്ടോ. നല്ല അടിപൊളിയായിട്ട് സംരക്ഷിക്കുന്ന ഒരു കാവ് ഒരു മാതൃകയിൽ തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരം വരുന്നത്. ഈ രക്ഷസിനെ എങ്ങനെയാണ് എന്തെങ്കിലും ചെയ്യുന്നതൊക്കെ? രക്ഷസിന് ആളുകൾ പത്മം വിട്ട് പൂജ പായസം അത് ഇവിടെ വന്ന് ഏൽപ്പിച്ച ആൾക്കാർ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് ഭൂമി ദോഷം തീർക്കാൻ ഇപ്പോഴും ഇവിടെ പ്രാർത്ഥനയും അതിൻ്റെ പൂജയും നടക്കാറുണ്ട്. തിടപ്പള്ളിയിൽ പത്മത്തിലേക്ക് ആവാഹിച്ച് പാൽപ്പായസം നിവേദിച്ച് പൂജ നടക്കും. പിന്നെ ഇതെന്ന് വെച്ചാൽ പരിസ്ഥിതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർത്ഥാന്തി തടിനീത്തടേ വനേ ഉപവനെ ക്ഷേത്രത്തെ കുറിച്ച് തീർത്ഥാന്തേ എന്ന് വെച്ചാൽ തീർത്ഥത്തിനരികിൽ, തടിനി തടേ നദിക്കരികിൽ, വനേ ഉപവനെ അങ്ങനെയാണ് പൂർവികന്മാർ ക്ഷേത്രം സ്ഥാപിച്ചിരുന്നത്. ഇത് ഉപവനത്തിന് ചെറിയ കാടിനകത്തുള്ള ക്ഷേത്രമാണ് പറമ്പന്തള്ളി. അതുകൊണ്ടാണ് ഈ പരിസരം ഇപ്പോഴും ഇങ്ങനെ രീതിയിൽ നിൽക്കുന്നത്. ഇതിന്റെ താഴെ നമുക്ക് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഇതിന്റെ തീർത്ഥക്കുളം ഉണ്ട്. എവിടെയാണ്? അത് കുറച്ച് താഴേക്ക് ഇറങ്ങി പോയ തീർത്ഥക്കുളം ഉണ്ട്. തീർത്ഥത്തിനൊരു കിണർ, അതിന്റെ താഴെ കുളിക്കാൻ. പക്ഷെ 3 വിധാനത്തിൽ വെള്ളം നിൽക്കുന്നു എന്നുള്ളതാണ്. സാമാന്യ ജനങ്ങൾക്ക് കുളിക്കാനായി ചിറ, അതിന്റെ മേലെ എന്ന് വെച്ചാല് പൂജാരികൾ പോലുള്ളവർ സ്നാനം ചെയ്തിരുന്ന ഒരു സ്നാനഘട്ടം, അതിന്റെ മേലെയാണ് തീർത്ഥസ്ഥാനം. തീർത്ഥസ്ഥാനത്തിൽ വെള്ളം ഉയരത്തിൽ നിൽക്കുന്നു എന്നുള്ളത് ഈ അമ്പലത്തിന്റെ വ്യവസ്ഥയാണ്. തീർത്ഥസ്ഥാനത്തിൽ വെള്ളം നമ്മളിപ്പോ 3 കുഴി കുഴിച്ചാല് 3 കുഴിയിലും ഒരേ ലെവലായിരിക്കണം വെള്ളം. പക്ഷെ തീർത്ഥവെള്ളം എപ്പോഴും ഉയർന്ന ഭൂമിയിൽ ഉയർന്നു നിൽക്കുന്നു. തൊട്ട് താഴെയുള്ള വെള്ളത്തിന്റെ ലെവലിലേക്ക് താഴുന്നില്ല. അതാണ് തീർത്ഥസ്ഥാനത്തിന്റെ പ്രത്യേകത. അത് അവിടുന്ന് തീർത്ഥത്തിന് മാത്രമാണ് വെള്ളം എടുക്കുന്നത്, വേറെ ആവശ്യങ്ങൾക്ക് എടുക്കില്ല. അഭിഷേകത്തിനും തീർത്ഥത്തിനും. അതാണ് അതിന്റെ അവസ്ഥ. ഇവിടെ പുള്ളുവപ്പാട്ട് നടക്കുന്നുണ്ട്. ഇവിടെ നാഗക്കാവിന് മുന്നിൽ വായിക്കുന്നതാണ്.
തിരുമേനി നമസ്കാരം. പേരെന്ന്? ഇത് ക്ഷേത്രത്തിലെ ഭദ്രകാളി സ്ഥാനം വരുന്നതാണല്ലോ. ഇത് എല്ലാ ദിവസവും പൂജയൊക്കെ എങ്ങനെ? എല്ലാ ദിവസവും നേദ്യം ഉണ്ട്. നേദ്യമുണ്ട്, പിന്നെ പൂജയായിട്ടില്ല. പൂജ അവിടെ സുബ്രഹ്മണ്യനും ശിവനും മാത്രമേ. ഇതിങ്ങനെ തുറന്നരി ഇത് മടിയിൽ ഭഗവതിയായിരുന്നു ശരിക്കും. അദ്ദേഹം അച്ഛൻ്റെ മക്കളായിട്ടുള്ള സുബ്രഹ്മണ്യൻ, ഗണപതി, ദേവി. ആ ദേവിനെ മടിയിലിരുത്തി കളിപ്പിക്കുന്ന അതിൽ മടിയിലായിരുന്നു. അപ്പൊ അവിടെ നനഞ്ഞിട്ടായിരുന്നു. അത് പിന്നെ അങ്ങോട്ട് മാറ്റിയപ്പോൾ അതേപോലെ അങ്ങോട്ട് മാറ്റിയെന്ന് മാത്രം. അമ്പലത്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഇത് ശരിക്കും പരബ്രഹ്മം വാഴും തളിയാണ്. പരബ്രഹ്മം വാഴും തളി, പരബ്രഹ്മം തളി. അത് പിന്നെ പരബ്രഹ്മൻ തളി, പറമ്പൻ തളി ആയിരുന്നു. അപ്പൊ ഈ പരബ്രഹ്മൻ പരമമായ ബ്രഹ്മം, ഏകമായ സർവേശ്വരനായിട്ടുള്ള ശിവസങ്കല്പത്തെക്കാൾ ഉപരി ബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഏകസ്വരൂപനാണ് അവിടുത്തെ പ്രതിഷ്ഠ. അതുകൊണ്ട് ധ്യാനത്തിലാണ് അദ്ദേഹം മിക്കവാറും ഉള്ളത്. അദ്ദേഹത്തിൻ്റെ മക്കൾ 3 ആള്, ഒന്ന് സുബ്രഹ്മണ്യൻ, ഗണപതി, പിന്നെ മടിയിൽ ഭഗവതി ഉണ്ടായിരുന്നു. പിന്നെ അനവധി വർഷങ്ങൾക്ക് ശേഷം പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ മകള് മടിയിൽ ഭഗവതി നിന്നും മാറിയിട്ട് ഇപ്പോൾ പൂർണ്ണ സ്വരൂപത്തിലേക്ക് മാറിയിട്ടുണ്ടെന്നും പൂർണ്ണ കായ വിഗ്രഹമാണെന്നും പറഞ്ഞതിന് ശേഷം അങ്ങനെ മാറ്റിയിട്ടാണ് ഇങ്ങോട്ട് പുതിയതായിട്ട് പ്രതിഷ്ഠിച്ചല്ലേ. ഇതിപ്പോ ഒരു 6-7 കൊല്ലം 8 കൊല്ലമായിട്ടുള്ളൂ മാറ്റി പ്രതിഷ്ഠ. അമ്പലത്തിന്റെ പ്രതിഷ്ഠ 5000 വർഷത്തോളം. ഓക്കെ, അതല്ല. അപ്പൊ ആ സമയത്ത് മാറ്റി പ്രതിഷ്ഠിക്കണതിന് മുന്നേ ഭഗവതിക്ക് പൂജ കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ നേദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് വിപുലമായിട്ടുണ്ടെന്ന് മാത്രം. അപ്പൊ ഇങ്ങനെ സങ്കല്പമായിരുന്നോ അതോ? അല്ലല്ല, വിഗ്രഹമായിട്ടുണ്ടായിരുന്നു, ചെറിയൊരു വിഗ്രഹം. അതായത് നമ്മുടെ ശ്രീകോവിലിന്റെ ഉള്ളിൽ തന്നെ? അല്ലല്ല, പുറത്ത് കടക്കണടുത്ത് വലത്തെ ഭാഗത്തായിട്ട്. ആ, പുറത്തല്ലേ? അത് പുറത്തെന്ന് വെച്ചാൽ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിലേ? ചുറ്റമ്പലത്തിൻ്റെ ജസ്റ്റ് പുറത്തല്ലേ? അവിടെ ശരി ശരി കേട്ടോ. അവിടെ പടിഞ്ഞാറോട് തിരിഞ്ഞിരിക്കുന്ന ഭഗവാനായതുകൊണ്ട് തന്നെ പടിഞ്ഞാറ് നട മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ കിഴക്കോട്ട് ഒരു ഭക്തനെ നേരത്തെ നമ്മൾ കണ്ട ഭക്തൻ, അദ്ദേഹം പിന്നെ പോയി. അദ്ദേഹത്തിന്റെ ഒറ്റ താല്പര്യത്തിനാണ് ഈ നടവഴി അങ്ങോട്ട് തുറന്നത്. ഈ ഇതല്ലേ ആദ്യം ഇങ്ങനെ തുറന്നിട്ടുണ്ടായില്ല അല്ലേ? ഈ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, അങ്ങോട്ട് കിഴക്കോട്ടൊരു നടവഴി, അവിടെ ആ ഒരു വഴി അത് ഭൂമിയായിട്ട് കാടായിട്ട് അടഞ്ഞു കിടക്കുക. ആ വഴിയല്ലേ? നേരത്തെ കണ്ട ഭക്തന്റെ ഒരു ദൈവം പറഞ്ഞു എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു തീരുമാനത്തിൽ അദ്ദേഹം ചെയ്തെടുത്താണ്. ഇത് ശരിക്കും അപ്പൊ കിഴക്ക് ഭാഗം വരുന്നത്? കിഴക്ക് ഭാഗമാണ്. ഭഗവാൻ പൂർണ്ണമായും പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്നു. പടിഞ്ഞാട്ട്. അപ്പൊ ഈ നമ്മുടെ ഈ ഭാഗമൊക്കെ മുൻപേ ഉള്ളതാണോ ക്ഷേത്രത്തിന്റെ? അത് പക്ഷെ ഇതൊന്നും നവീകരിച്ചിട്ടുണ്ട്. അതായത് ടിപ്പുവിന്റെ ആക്രമണത്തിന് ശേഷം ഈ നാലമ്പലം എന്ന് പറയുന്ന ഭാഗം, ഈ അത് നാലമ്പലം അല്ല, ചുറ്റമ്പലം തകർന്നു പോയി എന്നുള്ളതില് ശോച്യാവസ്ഥയിൽ കിടന്നാണ്. അതൊരു കമ്മിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ ചേറോട് ബാലകൃഷ്ണ പണിക്കരുടെ അന്നത്തെ നേതൃത്വത്തിൽ ഇവിടുത്തെ ഒരു കമ്മിറ്റിക്കാർ അഷ്ടമംഗലം നടത്തുകയും ഈ വേഴപ്പറമ്പിൽ തിരുമേനി അഴുവഞ്ചേരി തമ്പ്രാക്കളോടൊപ്പം വന്ന് ഇതിന്റെ നവീകരണ ക്രിയയ്ക്ക് തുടക്കമൊക്കെ കുറിച്ചു. പക്ഷെ ഇപ്പോഴും പണി പൂർത്തിയായിട്ടില്ല. എന്തുകൊണ്ടോ ഭഗവാൻ അതിനെ പിടിച്ചു നിർത്തി നമുക്ക് മനസ്സിലാവുന്നു. നേരത്തെ ഇപ്പോഴും പല ഭക്തന്മാരും പൂർവികമായി ചാന്ത് തേക്കാത്ത ചെങ്കല്ലുള്ള അമ്പലമാണത്. അത് ചില ഭക്തന്മാർ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് ശിവഭൂതഗണങ്ങൾ, മറ്റു ക്ഷേത്രങ്ങളിൽ പറയുന്ന പോലെ തന്നെ ശിവഭൂതഗണങ്ങൾ പണിതെന്നും ആ പണി പൂർത്തിയാക്കി വരുമ്പോൾ കോഴി കൂവിയപ്പോൾ നിർത്തിയെന്നും അതിന് ശേഷം ആ കൊട്ട തട്ടിയ സ്ഥലമാണ് അമല ആശുപത്രി നിൽക്കുന്ന വെലങ്ങൻകുന്ന് എന്ന് പറഞ്ഞ കൊട്ട തട്ടിക്കുന്ന് എന്നൊരു കഥ ഇവിടെ നടക്കുന്നത്. അപ്പൊ ആ ചെങ്കലിലുള്ള ഈ ക്ഷേത്രം ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ത്തോടുകൂടി സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. അവര് പറയും, ഓ അന്നത്തെ അമ്പലമായിരുന്നു അമ്പലം, ഇതിപ്പോ കാണുമ്പോൾ വിഷമാവുന്നു എന്ന് പറയണ ഒരു രീതിയുണ്ട്. പൂർണ്ണമായും ചെങ്കൽ എന്റെയൊക്കെ ചെറുപ്പത്തില് ഒരു സമീപകാലം വരെ ആ ചെങ്കലിലുള്ള അമ്പലമാണ് നമ്മൾ കണ്ടിരുന്നത്. അപ്പൊ ഇത് അങ്ങനെയുള്ള ആഗ്രഹാതൃത്വത്തോടു കൂടി അത് സൂക്ഷിക്കുന്ന ഭക്തന്മാര് ഇന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ തെക്ക് ഭാഗത്തൂടെ അങ്ങനെ ചുറ്റി ഗണപതിയുടെ അമ്പലത്തു കൂടെ പടിഞ്ഞാറ് നടയിലേക്ക് തന്നെ ചെല്ലും. 2 ഗംഭീരം ബലിക്കല്ലുകൾ ഇതിന്റെ മുൻഭാഗത്തുണ്ട്. അത് സുബ്രഹ്മണ്യ സ്വാമിക്കും, ഒന്ന് സുബ്രഹ്മണ്യ സ്വാമിക്കും, ഒന്ന് തേവരക്കും, പറമ്പുള്ളി തേവരക്കും, അതായത് പരമശിവനായിട്ടുള്ള 2 ബലിക്കല്ലുകൾ.
സുബ്രഹ്മണ്യ സ്വാമിക്ക് അത് നേരത്തെ ഇവിടെ ചെമ്പോല പണിയുന്നതിന് മുന്നേ തന്നെ മേൽഭാഗം വാർത്തിട്ടുണ്ടായിരുന്നു. അതൊരു നവീകരണത്തില് 72 മുന്നുള്ള കാലഘട്ടത്തിൽ ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. ഏതാ ഈ ടെറസ് അതിനുശേഷം അപ്പുറം നവീകരിക്കുകയും ഭഗവാന്റെ ഏറ്റവും മേലെ ശ്രീകോവില് ചെമ്പോല മേയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെമ്പോലയിലുള്ള മേൽഭാഗമാണ് നമ്മൾ കാണുന്നത്. കാഞ്ഞിരപ്പുറം ചെമ്പോലയ്ക്ക് മുകളിലാണ് നിൽക്കുന്നത്. ഇത് നമ്മളിപ്പോ ഗണപതിയുടെ പിൻഭാഗത്താണ്. ഇത് ഗണപതി വരുന്നത് ഇവിടെയാണ്. ഈ പിൻഭാഗത്താണ് നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ അപ്പുറത്ത് വടക്കോട്ട് തിരിഞ്ഞ ഗണപതിയാണ്. ഇത് ഇപ്പൊ ഈ ഭാഗം, ഈ ഒഴിവായി കിടക്കുന്ന ഈ ഭാഗം ഇപ്പൊ ഉപയോഗിക്കുന്നത് പറമ്പന്തള്ളി ഷഷ്ടി എന്ന് പറഞ്ഞ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഉത്സവം അതിഗംഭീര ഉത്സവമാണ്. അതിന് 100 എന്ന് പറഞ്ഞാൽ നിൽക്കില്ല. അത്ര അധികം ശൂലധാരികൾ, ശരീരം മുഴുവൻ ശൂലം ധരിച്ചവര്, വലിയ വലിയ ശൂലങ്ങൾ ധരിച്ചവര് ഭഗവാനെ ദർശിക്കാൻ ഉടുക്കുപാട്ടിന്റെ അകമ്പടിയോടുകൂടി വരാറുണ്ട്. അവര് ശൂലം ഊരാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. നേരത്തെ ഇവിടെ എന്തെങ്കിലും ഭഗവാൻ കാര്യങ്ങൾ നടന്നിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല. സ്ഥലം അതിനാണ് ഉപയോഗിക്കുന്നത്. ഗണപതി ഭഗവാന്റെ മുന്നിലായിട്ട് കർക്കിടകത്തില് അതിഗംഭീര ഗണപതി ഹോമം നടക്കാറുണ്ടല്ലേ. അപ്പോൾ ഈ കാണുന്നതാണ് പറമ്പന്തളി മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ സാധിക്കുമെന്ന് അറിയില്ല. ഭക്തജനങ്ങൾ അങ്ങോട്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മുകളിലേക്ക് കയറി പോകുന്ന കാണാം. അപ്പോൾ ഭഗവാൻ ആ മുകളിലാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മാടത്തിലപ്പൻ എന്ന ഒരു കൺസെപ്റ്റാണ്, ആ ഒരു ഇതിലാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചത്. അപ്പോൾ നമ്മളത് കയറിയിട്ട് തെക്ക് ഭാഗത്തു നിന്നുള്ള പടിക്കെട്ടുകൾ കയറി ഭഗവാനെ തൊഴുത് വടക്ക് ഭാഗത്തുള്ള പടിക്കെട്ടുകൾ ഇറങ്ങിയാണ് വരേണ്ടത്. ഈ കാണുന്നതാണ് മഹാദേവൻ്റെ പ്രതിഷ്ഠ വരുന്നത്. ഈ വട്ടശ്രീകോവിൽ ഈ വരുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. തൊട്ട് ചേർന്ന് തന്നെ ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട്. പ്രകാശേട്ടൻ പറഞ്ഞ പോലെ തന്നെ ക്ഷേത്രത്തിന് മുൻപിൽ 2 ഗംഭീര ബലിക്കൽ കാണാം. ഇത് സുബ്രഹ്മണ്യ സ്വാമിക്കുള്ള ബലിക്കല്ലുമാണ്, അത് മഹാദേവൻ്റെ നേരെയുള്ള ബലിക്കല്ലുമാണ് കേട്ടോ. ഈ ഒരു ബലിക്കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 അടിക്ക് മുകളിൽ ഹൈറ്റുള്ളൊരു വലിയ ബലിക്കല്ലാണ് ഇത്. നല്ല ഹൈറ്റ് ഉണ്ട് ബലിക്കല്ല്. തിരുമേനി നമസ്കാരം. നമസ്കാരം.
പേര് ദിനേശ് എന്നാണ്. പണ്ട് ഇവിടെ സുബ്രായൻ എംബ്രാൻ എന്ന് പറഞ്ഞ എൻ്റെ മുത്തശ്ശനായിരുന്നു ഇവിടെ പണ്ട് ശാന്തി കഴിച്ചിരുന്നത് കുറേ കാലങ്ങൾക്ക് മുന്നേ. ആ മുത്തശ്ശൻ മരിച്ചു. ഞാൻ പിന്നെ ബെല്ലാരിയിലൊക്കെ ആയിരുന്നു. പിന്നെ ആ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ മുത്തശ്ശൻ പണ്ട് ഇവിടെ ഉള്ള സമയത്ത് പറഞ്ഞ കഥകളാണ്. ഇത് അമ്പലം ഒറ്റ ദിവസം കൊണ്ട് കെട്ടിയതെന്ന് പറഞ്ഞു. ഭൂതഗണങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് കെട്ടിയത്. അന്ന് ഈ സൈഡിലൊക്കെ കുറേ പാറക്കൂട്ടങ്ങളുണ്ടായിരുന്നു ഇവിടെ ഈ സൈഡിലൊക്കെ. അത് കോഴി കൂഴിയപ്പോൾ ഭൂതങ്ങളോട് വെച്ച് പോയതാണെന്ന് പറഞ്ഞു. കമ്മിറ്റിയിട്ട് പോയി എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ പണ്ടതിന് ഇവിടെ കോടതികളൊന്നുമില്ല. അപ്പോൾ ഈ സ്റ്റെപ്പ് കൂടെ കയറിയിട്ട് സത്യം പറഞ്ഞാൽ മാത്രമേ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. മുത്തശ്ശൻ പറഞ്ഞ് കേട്ടതാണ് ഉണ്ട്. സത്യം പറഞ്ഞാൽ മാത്രമേ അങ്ങോട്ട് ഇറങ്ങുള്ളൂ, അല്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. അത്ര കാടും മൊത്തം കാടായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇവിടെ മൊത്തം കാടായിരുന്നു. ഇപ്പോൾ പിന്നെ കുറേ ഡെവലപ്പായി ഒക്കെ ആയി. പണ്ട് ഇവിടെ ഒന്നുമില്ല. സ്വാമിയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ മുരുകനെ പൂജ ചെയ്യാനാണ്. ഇവിടെ സ്കന്ദഷഷ്ടിയാണ് വിശേഷം. സൂര്യസംഹാരമാണ് ഇവിടെ സങ്കല്പം. ഞാൻ ഇവിടെ ഒരു 15 കൊല്ലമായി. അത്രയായില്ലേ? പഴനി പോകാൻ പറ്റാത്തവർ ഇവിടെ വന്ന് തൊഴുതാൽ മതി എന്ന് പറയും. ഈ കൊറോണ സമയത്തൊക്കെ കുറേ കുട്ടികൾക്ക് പഴനി പോകാൻ പറ്റാണ്ട് ഇവിടെ വന്ന് മുട്ടയടിച്ചിട്ട് ഇവിടെ തൊഴും. പഴനി പോകാൻ പറ്റാത്തവർ ഇവിടെ വന്ന് തൊഴുതാലും മതി എന്ന് മുത്തശ്ശൻ പറഞ്ഞു കിട്ടുന്നുണ്ട്. എൻ്റെ സങ്കല്പം ഒന്നും അറിയില്ല. പഴനിക്കും പിടിക്കും ഭയങ്കര അടുപ്പാണ്. അവിടെ പോകാൻ പറ്റാത്തവർ ഇവിടെ വന്ന് തൊഴുത് മതി എന്നാ പറയാ. അങ്ങനെയാണ് സ്വാമിക്ക് പ്രത്യേകമായിട്ട് ചെയ്യുന്നത് എന്താണ്? ഇവിടെ എല്ലാ അഭിഷേകങ്ങളുണ്ട്. പഞ്ചാമൃത അഭിഷേകം, പന്നീരഭിഷേകം, പാല്, പന്നീര്, ഭസ്മം, തേന് എല്ലാം ചെയ്യും. അഭിഷേകങ്ങളെല്ലാം വിശേഷമാണ് ഇവിടെ. പിന്നെ വൈകിട്ട് പാനകാണ് വിശേഷം. സുബ്രഹ്മണ്യം ഇവിടെ നമ്മൾ മഹാദേവനെ ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞൊരു മാടത്തിലപ്പൻ എന്ന കൺസെപ്റ്റിൽ മുകളിലാണ് മഹാദേവൻ്റെ പ്രതിഷ്ഠ വരുന്നത്. ഈ കാണുന്ന 21 പടിക്കെട്ടുകൾ കയറി വേണം മഹാദേവനെ ദർശനം നടത്താനായിട്ട്. അതിന് ശേഷം ഇത് വരുന്ന തെക്ക് ഭാഗമാണ്. ഈ തെക്ക് ഭാഗത്തെ കൂടെ കയറി മഹാദേവനെ ദർശനം നടത്തി വടക്ക് ഭാഗത്ത് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം ആ ഒരു ദർശനക്രമം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഭക്തജനങ്ങൾ ദർശനം നടത്തുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. അതിനുശേഷം നമുക്ക് അങ്ങോട്ട് കയറിയിട്ട് ഉള്ളിലേക്ക് കയറിയിട്ട് ആ കയറുന്ന വഴിയൊന്ന് കാണിക്കാം. ഈ ഭാഗം വരുന്നത് ക്ഷേത്രത്തിൻ്റെ വടക്ക് വശമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്ഷേത്രത്തിൻ്റെ അങ്ങേ സൈഡിൽ തെക്ക് വശത്തെ ആ ഒരു പടിക്കെട്ട് കയറി ഭഗവാനെ തൊഴുതിട്ട് ഇതിലേക്കൂടെയാണ് ഇറങ്ങി വരേണ്ടത്. മാടത്തിലപ്പൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഈ ശ്രീകോവിൽ മുകളിലാണ് നിൽക്കുന്നത് കേട്ടോ. അതൊക്കെയാണ് ഈ പറമ്പന്തള്ളി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. നൂറ്റാണ്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾ 1000 2000 ഒന്നും പോരാ. ഇവർ പറയുന്നത് 3000-നും അധികം വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. അത് നല്ല ഭംഗിയുള്ള അടിപൊളി ക്ഷേത്രമാണ് കേട്ടോ. മുകളിലെ താഴെക്കൂടെ ഒക്കെ നോക്കി അടിപൊളി. ക്ഷേത്രത്തിൻ്റെ നേരത്തെ ആദ്യം കാണിച്ച ബ്രഹ്മരക്ഷസ് വരുന്നത് അവിടെയാണ്. നാഗങ്ങളും ഭദ്രകാളിയും വരുന്നത് അവിടെയാണ്. അത് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയാണ്, കിഴക്കേ വാതിലാണ്. പിന്നെ മഹാദേവൻ, തൊട്ടപ്പുറത്ത് സുബ്രഹ്മണ്യസ്വാമി, അവിടെ ഗണപതി. ഇത് ബലിക്കല്ലുകൾ, 2 വലിയ ബലിക്കല്ലാണ്. ഒന്ന് ഇത് മഹാദേവൻ്റെ നടയുടെ നേരെയുള്ളതും ആ ഷെഡിൻ്റെ തൊട്ടപ്പുറത്ത് സുബ്രഹ്മണ്യസ്വാമിയുടെ ബലിക്കല്ലാണ് വരുന്നത്. തിരുമേനി നമസ്കാരം. പേര്?
എൻ്റെ പേര് സന്ദീപ്. ആ ഇവിടെ തന്നെ സ്ഥലം? അല്ല, എൻ്റെ കാസർഗോഡാണ്. കാസർഗോഡാണ്. എമ്പരാന്തരയാണ് ഞാൻ. ഇവിടെ അപ്പോൾ എത്ര കാലമായി? ഞാനിവിടെ 6 കൊല്ലമായി. 6 വർഷമല്ലേ? തിരുമേനി ഇവിടുത്തെ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? മാടത്തിലപ്പൻ എന്നൊരു കൺസെപ്റ്റിലാണ്. മാടത്തിലപ്പൻ പെരുമന അമ്പലം അതേ ഇതിലാണിത്. പക്ഷെ ഇവിടെ ശിവൻ ധ്യാന രൂപത്തിലിരിക്കുന്നതാണ്. ധ്യാന രൂപത്തിലിരിക്കുന്ന ശിവനാണ്. പിന്നെ ഉയരത്തിലാണ്. അതാണ് ഈ മാടത്തിലപ്പൻ എന്നുള്ള പേര് വരുന്നല്ലേ? അങ്ങനെ പറയണ്ട. മാടത്തിലപ്പൻ എന്ന സങ്കല്പം ഇവിടെ ഉള്ള ധ്യാന രൂപത്തിലുള്ള ശിവനാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ ശ്രീകോവിലിൻ്റെ ഈ താഴ്വശത്ത് ശരിക്കും എന്താണുള്ളത്? അത് സത്യം പറഞ്ഞാൽ ആർക്കും ഒന്നും അറിയില്ല. ഇവിടെ ലിപിയുണ്ട്, അതിന്റെ വായിക്കാൻ പോലും ആർക്കും അതിന്റെ പറ്റില്ല. താഴേക്ക് ഇറങ്ങാൻ പറ്റുമൊന്നുമില്ല. നമുക്ക് മുകളിൽ കയറി മുകളിൽ അത്രേ ഉള്ളൂ. താഴേക്കൊന്നും അറിയില്ല. ഇടനാഴി മാത്രമേ ഉള്ളൂ. ഇവിടെ പ്രദക്ഷിണ വെക്കാൻ സൗകര്യമുണ്ട് ഉള്ളില്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ താഴെ ഭാഗം, അത് ശ്രീകോവിലിന്റെ താഴെ ഭാഗം അതൊന്നും അറിയില്ല അല്ലേ? ഇല്ല, എന്താണെന്ന് പോലും ആർക്കും അറിയില്ല. വല്ല അറിയാണോ അങ്ങനെ ഒന്നും അറിയില്ല അല്ലേ? ഇല്ല, ഒന്നും അറിയില്ല. ഇത് 108 ശിവാലയത്തില് പെടുന്നതാണ്. അപ്പോൾ ചിലർ ഒരു ഐതിഹ്യം ശിവന്റെ ഭൂതഗണങ്ങൾ നിർമ്മിച്ച അങ്ങനെ പറയുന്നു. അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ പരശുരാമന്റെ പ്രതിഷ്ഠയാണെന്നും പറയുന്നുണ്ട്. ശരിക്കുള്ളത് ഇതിന്റെ ഐതിഹ്യം സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല. ഭഗവാന് പ്രധാനമായിട്ടും ചെയ്യുന്ന പ്രധാന വഴിപാടുകളൊക്കെ ധാരയാണ്. 101 ഇവിടെ ധാര, പിന്നെ ഇളനീര് ധാര. അതിനാണ് നമ്മൾ ഇളനീര് അവിടെ കണ്ടത് അല്ലേ? ഇവിടെ അഭിഷേകം ചെയ്ത ഇളനീരാണ്. പിന്നെ ശിവരാത്രിക്ക് 108 ഇളനീർ അഭിഷേകം ഉണ്ടാവും. 108. പിന്നെ ശിവരാത്രി 5 പൂജ, നവകം, തന്ത്രി വന്നിട്ടാണ് ചെയ്യുക. അങ്ങനെയാണ് അല്ലേ? ശരി. ശിവരാത്രിയും ഷഷ്ടിയാണ് പ്രധാനമായിട്ടും. അതിലും ഷഷ്ടിയാണ് കുറച്ചുകൂടി ആഘോഷമായിട്ട് കൊണ്ടുപോകാം. കാവടിയും കാര്യങ്ങളൊക്കെ. പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടുത്തെ ഇതെന്താ വെച്ചാൽ അവിടെ ദീപസ്തംഭം ഉണ്ടാവും. ആ ദീപസ്തംഭത്തിന് നിന്ന് കഴിഞ്ഞാൽ ഉള്ളിലെ ദീപം തൊഴാം. ഞങ്ങള് കേറിയപ്പോ കണ്ടായിരുന്നു ഒരു കിളിവാതിൽ. ആ കിളിവാതിൽ നേരെ അവിടെ ദീപസ്തംഭത്തിന്റെ അവിടേക്ക് പുറത്ത് ഇവിടെ ദീപാരം നടക്കുന്ന സമയത്ത് ആൾക്കാർ അവിടെ നിന്നിട്ട് ഇവിടെ തൊഴും. ഉള്ളിലത്തെ വിളക്ക് തൊഴാം. അങ്ങനെ തൊഴാൻ പറ്റും അല്ലേ? അപ്പൊ അത്രയും ഇതുണ്ടെങ്കിലും ആ ചെറിയൊരു കിഴിവാതിൽ കൂടെയാണ് ഉള്ളിലത്തെ ഭഗവാന് ദേശം കാണാൻ ആൾക്കാർക്ക് അവിടെ. പിന്നെ പ്രത്യേകത എന്താ വെച്ചാൽ സൂര്യാസ്തമ സമയത്ത് സത്യം ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ആ അസ്തമത്തിന്റെ സൂര്യന്റെ വെളിച്ചം ഉള്ളിലേക്ക് എത്തൂലേ? വിളക്ക് കത്തുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും കുറച്ച് ഇതാവുമ്പോൾ വിളക്ക് താഴ്ത്തി കഴിഞ്ഞാൽ കൃത്യാസമയമാകുമ്പോൾ നമുക്ക് മനസ്സിലാവും. വിഗ്രഹത്തിന് മുകളിൽ ഇങ്ങനെ താഴേക്ക് പീഠത്തിന്റെ അവിടേക്ക് വന്നിട്ട് അതിങ്ങനെ പോകുന്നതാണ്. ഏത് അസ്തമയ സൂര്യന്റെ രശ്മികളല്ലേ? അപ്പോൾ ഈ വിഗ്രഹത്തിന് മുകളിൽ ഉണ്ടാവുന്നതൊക്കെ അത്ര കാണില്ല. കാരണം ആ വിഗ്രഹത്തിന്റെ ഇത് കളറുണ്ട്. താഴേക്ക് ഇങ്ങനെ വരുമ്പോൾ മനസ്സിലാവും, നമുക്കറിയാൻ പറ്റുമല്ലേ? ആ വിഗ്രഹം കല്ലാണ്, ഗോളങ്ങ് ഇറക്കിയിട്ടുള്ളതാണത്. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ കിണർ ഈ അമ്പലത്തിന്റെ ചുറ്റമ്പലത്തിന്റെ ഉള്ളിലോ കിണറില്ല. കാരണം എന്താ വെച്ചാൽ ശിവൻ ധ്യാന രൂപത്തിലിരിക്കുന്ന ശിവനാണ്. പിന്നെ ഇവിടെ ശിവന്റെ ജടയാണെന്ന് പറയുന്നുണ്ട്. ഇത് മൊത്തം ശിവന്റെ ജടയാണ്. അതുകൊണ്ട് ഇവിടെ കിണർ കുഴിക്കാൻ പാടില്ല എന്ന് കണ്ടു. അപ്പോൾ ഇവിടെ തീർത്ഥക്കുളമുണ്ട്, ചെരാന്ന് പറയും. അപ്പോൾ കുതിര അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി പോയാൽ തീർത്ഥക്കുളമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കൊടുന്നിട്ടാണ് നമ്മൾ ധാരയ്ക്ക് എന്നും അങ്ങനെയാണോ ചെയ്യുന്നത്? അപ്പോൾ പണ്ട് എല്ലാത്തിനും അവിടെ ആയിരുന്നു. കുളർക്കിണർ ചുറ്റും മറ്റേ കോമ്പൗണ്ടിന്റെ പുറത്തേക്ക് കിണർ കുത്തിയിട്ടുണ്ടല്ലേ? അതുകൊണ്ട് ഇപ്പോൾ ഭഗവാന്റെ ജഡ ഇങ്ങനെ പരന്ന് കിടക്കുകയാണെന്ന് പറയുന്നത്. രണ്ടാമത്തെ ധാര സമയത്ത് സമയം കിട്ടുമ്പോൾ പോയിട്ട് ഇവിടെ നിന്ന് വെള്ളം കൊടുത്തിട്ട് ധാര ചെയ്യുന്നല്ലേ? ഒരു ദിവസം ഒരു കുടം വെള്ളം എന്തെങ്കിലും കൊടുത്തിട്ട് അവിടുന്ന് ചെയ്യാറുണ്ടല്ലേ? പിന്നെ കറണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാത്തിനും അവിടെ പോയി വെള്ളം എടുക്കണം. അങ്ങനെയുണ്ടല്ലേ? അപ്പൊ ഭഗവാന്റെ ഇങ്ങനെ ജഡ ഇങ്ങനെ പരന്ന് കിടക്കാന്നാണ് ഒരു വിശ്വാസം. ഇവിടെ കിണർ കുഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. പിന്നെ പണ്ട് ഇവിടെ അഗൂരി ഇങ്ങനെ ആൾക്കാരുണ്ടാവില്ല, അവര് വരുമ്പോ അവര് ഈ മുട്ടില് ഇതായിട്ടാണ് എഴഞ്ഞിട്ടാണ് കയറി വരിക. കാരണം അതുകൊണ്ട് ചൂട്ടാൻ പാടില്ല എന്നുള്ള ജഡ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ വില്ലുമംഗലം സ്വാമിയാർ ഇവിടെ വന്നത് അങ്ങനെ എഴഞ്ഞാ വന്നതെന്നൊക്കെ ഞാൻ എവിടെയൊക്കെ ഇങ്ങനെ വായിച്ചായിരുന്നു. അതുകൊണ്ട് അവർക്ക് അതിന്റെ പ്രാധാന്യം അറിയാം. ഇപ്പം നമ്മളിപ്പോൾ ചെരുപ്പടക്കം ചിലപ്പോൾ ആൾക്കാർ ഇവിടെ പറയുന്ന ആൾക്കാർ ശരിക്കും ദീപസ്തംഭത്തിന്റെ അവിടെ വെക്കണ്ടേ, ശരിക്കും അവിടെയാണ് വെക്കേണ്ടത്. ഈ ഒരു ക്ഷേത്രത്തിലെ മറ്റ് പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ തിരുമേനി പറഞ്ഞ പോലെ തന്നെ കിണറില്ല. പിന്നെ അതേമാതിരി തന്നെ നന്ദീനെ നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാൻ പറ്റില്ല കേട്ടോ. ഇവിടെ നന്ദിയുടെ യാതൊരുവിധ വിഗ്രഹങ്ങളോ ഒന്നുമില്ല. പിന്നെ നമസ്കാര മണ്ഡപമില്ല. അപ്പോൾ ആ മുകളിൽ നമ്മൾ നിന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് നമസ്കാര മണ്ഡപം. അപ്പോൾ ഭക്തജനങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നമസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതായത് നമസ്കാര മണ്ഡപത്തിൽ ശാന്തിയാണല്ലോ നമസ്കരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് നമസ്കരിക്കാൻ പാടില്ല, അവിടെ നിന്ന് തൊഴുതിട്ട് പോരാം. പിന്നെ ഇത് ഏതോ കാലത്തുണ്ടായിരുന്ന ചുറ്റമ്പലത്തിൻ്റെ ഒരു ഭാഗമായിരുന്നിരിക്കണം. ഇവിടെ തറ മാത്രമേ ഉള്ളൂ, പിന്നെ മതിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ തറ കെട്ടിയിരിക്കുന്ന സ്ഥിതിക്ക് ഏതോ കാലത്ത് ഇവിടെ ചുറ്റമ്പലം ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് പറയുന്നത്.
പിന്നെ ക്ഷേത്രത്തിൻ്റെ ഇത് അതാണ് നമ്മുടെ മഹാദേവൻ്റെ ഒരു ഓവ് വരുന്ന ഭാഗം അതാണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. നമ്മൾ ഐഡിയയിലാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമസ്കാരം മണ്ഡപം ശിവനില്ല. അപ്പോൾ ഈ ഉള്ളിലത്തെ ഇതാണ് ഇപ്പോൾ നമസ്കാരം മണ്ഡപമായിട്ട് ഈ ഭാഗം അല്ലേ നമ്മൾ നിന്ന് തൊഴുന്ന ഭാഗം. അതുകൊണ്ട് അവിടെ വേറെ ആർക്കും നമസ്കരിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം. കാരണം നമസ്കാര മണ്ഡപത്തിലെ തന്ത്രി ശാന്തിക്കാരനാണ് അധികം നമസ്കരിക്കാൻ പാടില്ല, കയറിയിട്ട് നമസ്കരിക്കാറില്ല. അപ്പൊ ആ സങ്കല്പമായിരിക്കാം, അതുകൊണ്ട് ഇവിടെ ആൾക്കാർ നമസ്കരിക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ വന്ന് ഈ ഇങ്ങനെ പുറത്ത് പണ്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ തൊഴുതിട്ട് ഇങ്ങനെ ഇറങ്ങലുണ്ടാവും ആയിരിക്കാം. ഈ വഴി ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാല് നമുക്ക് കടല് കാണായിരുന്നു. ദീപസ്തംഭം കാണാം. ദീപസ്തംഭത്തിന് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഉള്ളിലത്തെ വിളക്ക് തുടങ്ങും. ദീപസ്തംഭത്തിന്റെ അവിടെ നിന്നാ ഉള്ളിലെ വിളക്ക് തുടങ്ങും. ദീപാരാധന സമയത്ത് അകത്ത് കിടക്കാത്ത ആൾക്കാർ അവിടെ നിന്നിട്ട് ദീപാരാധന തുടങ്ങുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഉണ്ട് അല്ലേ. പിന്നെ എന്താ ഇറങ്ങാം. കാണാൻ പറ്റില്ല. ഇത് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ആ ഒരു ഓവ് വരുന്നതാണ്. പക്ഷെ അതിൽ ആ ഓവ് താങ്ങിനെന്ന് നോക്കിയത് ഭയങ്കര ഒരു പ്രത്യേകത. അത് ഇങ്ങനെ ഒരു ശംഖ് ഊതി നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു ഓവ് താങ്ങി നിൽക്കുന്നത്. എന്താ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരാണ്. ഇത് ഇത് മുരുക അല്ലേ? ഇത് മുരുകൻ. ഇത് ബ്രഹ്മ വിഷ്ണു മഹേശ്വര അങ്ങനെയാണല്ലേ. ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വര അങ്ങനെയാട്ടോ ഇത് ഇതാക്കുന്നത്. ഇത് ബ്രഹ്മാവാണ്, ഇത് വിഷ്ണുവാണ്, മഹാദേവനാണ്, അതിൻ്റെ അപ്പുറത്ത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. എല്ലാം ഇതിലുണ്ടെന്നുള്ള ഒരു കാര്യമായിരിക്കാം. നേരത്തെ കാണിച്ചു തന്ന ഈ ഒരു ഓവ് ഇത് താങ്ങി നിൽക്കുന്നത് ഇദ്ദേഹത്തിന് കുംഭേശ്വരൻ എന്നാണ് പറയണേ. ഇത് ശരിക്കും ഒരു ശംഖ് ഊതി നിൽക്കുന്ന രീതിയിലാട്ടോ. ശംഖ് ഓഫീസിൻ്റെ കൗണ്ടറിൻ്റെ താഴെ ഈ കല്ലുമ്മ ഉണ്ടല്ലോ, തറയമ്മ ഇങ്ങനെ കല്ലുമ്മ എഴുത്തുണ്ട് കേട്ടോ. അത് വട്ടെഴുത്തണോ കോലെഴുത്തണോ എന്നറിയില്ല, എന്തായാലും കാണാം നമുക്കിത് ഇവിടെ. ഇവിടെ ഈ ഒരു തറയമ കേട്ടോ നമ്മുടെ നേരത്തെ കാണിച്ച എഴുത്ത് വരുന്നത് കേട്ടോ, ഇവിടെയാണ്. നമസ്കാരം. പേര്? എൻ്റെ പേര് രത്നാകരൻ. ഇവിടെ ക്ഷേത്രത്തിലെ മാനേജറാണ് അല്ലേ. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ നമ്മുടെ പ്രകാശേട്ടൻ പറഞ്ഞു തന്നു. പിന്നെ നമ്മൾ ഈ ഒരു ഇത് മാടത്തിലപ്പൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണല്ലോ. അതെ അതെ, മുകളിൽ പ്രതിഷ്ഠ 21 സ്റ്റെപ്പുകളുണ്ട്. ഈ പടികളല്ലേ? 21 സ്റ്റെപ്പ് കയറി ചെന്ന് കഴിഞ്ഞാലാണ് അവിടെ ഭഗവാന്റെ ദർശനം ചെയ്തിട്ടുള്ളത്. നമ്മൾ
അവിടെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 അടി ഉയരമുള്ള ശിവലിംഗമാണ്. ശിവലിംഗം നമ്മൾ പുറത്തേക്ക് കാണുന്ന അത്ര തന്നെ ഏതാണ്ട് താഴത്തേക്കും ഉള്ളിലേക്കും ഉണ്ടത്. ഉണ്ട്. അതുകൊണ്ട് തന്നെ നിന്നിട്ടാണ് ഇവിടെ പൂജ ചെയ്യുന്നത്. അതാണ് ഒരു പ്രധാന. പിന്നെ പടിഞ്ഞാട്ട് മുഖമായിട്ടുള്ളത് അപൂർവമാണ് ശിവക്ഷേത്രങ്ങൾ. പിന്നെ പരശുരാമൻ പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ് 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ പറയുന്നത്, ഒരു ഐതിഹ്യം പറയുന്നത്, വില്യമംഗലം സ്വാമിയാർ ഇവിടെ ദർശനത്തിന് വന്നിട്ട് വരുന്ന സമയത്ത് ഇവിടെ മുഴുവനും ശിവന്റെ ജഡ പരന്ന് കിടക്കുകയായിരുന്നു. അങ്ങനെ ഈ ജഡ വകഞ്ഞ് മാറ്റിയിട്ട് അദ്ദേഹം മുട്ടിലഴിഞ്ഞ് ദർശനം നടത്തി എന്നുള്ളൊരു ഐതിഹ്യമാണ്. അതുപോലെ ഈ മുരുകന്റെ പ്രതിഷ്ഠയും വളരെ പ്രാധാന്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പഴനിയിൽ പാതി പറമ്പന്തള്ളി എന്നൊരു ചൊല്ലുണ്ട്. പഴനിയിലെ പോലെ തന്നെ വലിപ്പം കൂടിയ വിഗ്രഹമാണ്. പിന്നെ സാറേ, നമുക്ക് ഈ ക്ഷേത്രത്തിൽ പ്രധാന ആഘോഷങ്ങൾ പ്രധാന പ്രതിഷ്ഠ മഹാദേവനായാലും ഇവിടെ ആഘോഷം പറയുമ്പോൾ ഷഷ്ടിയാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഷഷ്ടി ഗംഭീര ഉത്സവമാണ്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഉത്സവമാണ് പറമ്പന്തള്ളി ഷഷ്ടി. അത് ഏത് മാസം ശരിക്കും? തുലാമാസത്തിൽ വെളുത്ത പക്ഷത്തിലെ ഷഷ്ടിയാണ്. തുലാമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങി കേട്ടോ. ഇപ്പം ക്ഷേത്രത്തിന് പുറത്ത് ഈ ഭാഗത്ത്, അതായത് നേരത്തെ പറഞ്ഞ വടക്ക് ഭാഗത്ത് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ തീർത്ഥക്കുളം ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുൻപ് പിടിച്ച നക്ഷതങ്ങൾ എന്ന സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ താഴോട്ട് ഇറങ്ങുന്ന ഭാഗത്താണ് ഷൂട്ട് ചെയ്തേക്കണേ. പിന്നെ അപ്പോൾ ഇതാണ് പറമ്പന്തളി മഹാദേവ ക്ഷേത്രം. ഗംഭീര ക്ഷേത്രമാണ്, വളരെയധികം പ്രത്യേകതയുള്ള ക്ഷേത്രമാണ്. ഭഗവാന്റെ പ്രതിഷ്ഠ വരുന്നത് ആ മുകളിലാണ് കേട്ടോ. മാടത്തിലപ്പൻ എന്ന കൺസെപ്റ്റിലാണ് വരുന്നത്. മുൻപ് ഇത് പൂർണ്ണമായും വെട്ടുകല്ലായിരുന്നു. പിന്നെ മെയിൻ്റനൻസ് ഒക്കെ നടത്തിയിട്ട് ഈ രീതിയിലാക്കിയതാണ്. വെട്ടുകല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടായിരുന്നിരിക്കാം എന്ന് തോന്നുന്നു കാണുമ്പോൾ. പക്ഷെ ബാക്കിയൊന്നും ചെയ്തിട്ടില്ല. നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ് അത്. പിന്നെ പ്രകാശേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ അടുത്തിറങ്ങിയ ഏതാ ഗുരുവായൂർ അമ്പലനടയിൽ ആ ഒരു സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ ഫ്രണ്ട് ലൊക്കേഷൻ ആ ഭാഗത്ത് എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗം പുറകുവശത്താണ് വരുന്നത്. ഇവിടെ നിന്ന് ഈ വഴിക്കാണ്ട് നമുക്കവിടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ആ തീർത്ഥക്കുളത്തിലേക്ക് എത്താം. കൂടാതെ തന്നെ ഇതിലിറങ്ങിയെന്ന് വെച്ചാൽ നക്ഷതങ്ങൾ എന്ന സിനിമയുടെ ആ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത് ഈ ഭാഗത്താണ്. അപ്പോൾ അതൊന്ന് കാണാം. പ്രകാശേട്ടൻ നമ്മളതിനു വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അവിടെയാണ് കേട്ടോ ക്ഷേത്രം. നമ്മളിപ്പോൾ ഇറങ്ങി വന്ന കിഴക്കേ നട എന്ന് പറയുന്നത് ഇതാണ്, ഈ വഴിയാണ്. ഈ ഒരു ഭാഗത്ത് ഈ ഒരു സ്റ്റെപ്പിന് ഇവിടെ അല്ലെങ്കിൽ തൊട്ട് ബാക്കിൽ സ്റ്റെപ്പുകളുണ്ട്. ഈ ഭാഗത്ത് എവിടെ ഇരുന്നാണ് നക്ഷത്രങ്ങൾ എന്ന സിനിമയുടെ ഒരു ഭാഗം ഷൂട്ട് ചെയ്തത്. അതായത് മോനിഷയും നമ്മുടെ വിനീതും കൂടിയുള്ള ഒരു ഭാഗം ഷൂട്ട് ചെയ്ത് ഈ ഒരു വഴിയിലാട്ടോ. ആ വഴിക്കാണ് നടന്നു വന്നത്. ഈ ഒരു ഭാഗമാണ് കേട്ടോ എനിക്ക് കുറച്ചുകൂടി ഇറങ്ങിയപ്പോൾ മനസ്സിലായി. ഈ ഒരു ഭാഗത്താണ് ആ ഒരു സിനിമയുടെ ഭാഗം ഷൂട്ട് ചെയ്തത്. വിനീത് അവിടെ ഇരിക്കുന്നു, മോനിഷ് ഇവിടെ ഇരിക്കുന്നു. ആ ഒരു പാട്ട് പാടുന്ന ഒരു ഭാഗം കേട്ടോ. തൊട്ട് മുകളിൽ അവിടെയാണ് ആ ഒരു ക്ഷേത്രം വരുന്നത്. കണ്ട സിനിമയുടെ ലൊക്കേഷൻ. ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. ഇത് ഈ ക്ഷേത്രത്തിൻ്റെ ഊരാളന്മാരായ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ അവർ വരുമ്പോൾ താമസിക്കുന്ന ഒരു വീടാണ്. അതുകൊണ്ട് ഇവർ കൊട്ടാരം എന്നാണ് ഈ ഒരു വീടിനെ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ഇനി താഴേക്കാണ്ട് ഇറങ്ങുമ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ ആ തീർത്ഥക്കുളം വരുന്നത്. നമ്മൾ ആ തീർത്ഥക്കുളം കാണാനായിട്ടാണ് പോകുന്നത്. നമ്മൾ അവിടെ ക്ഷേത്രത്തിൻ്റെ അതായത് ഭഗവാനെ ദർശിക്കാൻ മുകളിലേക്ക് കയറിയില്ലേ, മുകളിലേക്ക് കയറിയിട്ട് ആ ഒരു നമ്മൾ നിന്ന് തൊഴുതില്ലേ, ആ ഭാഗത്ത് അത് പറഞ്ഞില്ല, നമസ്കാരമുണ്ടോ എന്നൊരു കൺസെപ്റ്റാണ് അത് വരുന്നത്. അവിടെ അധികം നേരം നിൽക്കാൻ പാടില്ലെന്നാണ്, നിന്ന് കഴിഞ്ഞാൽ തലവേദന വരുന്നതാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ശരിയാട്ടോ, അപ്പോൾ തുടങ്ങിയ തലവേദനയാണ്, ഭയങ്കര തലവേദന മാറണല്ല. അഭിഷേകം ചെയ്യാനും നാട്ടുകാർക്ക് കൊടുക്കാനുള്ള തീർത്ഥം ഉണ്ടാക്കുന്ന തീർത്ഥം കൊടുക്കുന്ന തീർത്ഥസ്ഥാനമാണിത്. ഇതല്ലേ പൂർവികമായിട്ട് ക്ഷേത്രത്തിന്റെ അധികാരികൾ ബ്രാഹ്മണരൊക്കെ കുളിച്ചിരുന്ന സ്ഥലമാണ് ഇത്. ഇതല്ലേ പൊതുജനം കുളിക്കുന്ന ചെറയാണ് കാണുന്നത്. നമുക്ക് കുളിക്കാനുള്ള സ്ഥലമാണ് കമ്പിവാലിട്ടിട്ട് ശരിയാക്കി. ആകെ ഇത് പുല്ലും പായലൊക്കെ പിടിച്ചതായിരിക്കാണല്ലേ, അത് സംരക്ഷിക്കാനും ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് തീർത്ഥം എടുക്കുന്നത് അല്ലേ. അത് കുറച്ച് ഇരുട്ടത്താണ്, കാണില്ല. അങ്ങോട്ട് നമുക്ക് ഇറങ്ങി പോകാൻ അധികാരമില്ല. ഇല്ല തീർത്ഥം എടുക്കുന്നത് ഇവിടെയാട്ടോ. ഇത് അവര് കുളിക്കുന്നതല്ലേ, കുളിച്ചിരുന്ന ഭാഗമാണ് ഇത്. ഇത് പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന ഇത് കേട്ടോ. ഇപ്പൊ ഇവിടെ കുളിക്കാൻ ആരും വരുന്നില്ല.
പക്ഷെ ആ തീർത്ഥത്തിൻ്റെ വെള്ളം എപ്പോഴും മേലെ ലെവലിൽ നിൽക്കും. നിൽക്കാമല്ലേ ഈ 3 ലെവലിനല്ലേ വെള്ളം കല്ലൊക്കെ കെട്ടി നല്ല ഭംഗിയായിട്ട് വെച്ചേക്കണം. ഭംഗിയായിട്ടുള്ള പരിപാലിച്ചുള്ളതാണ് അത്. ഈ കുറച്ച് ഇതുകൊണ്ട് ഇതിനിവിടെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, അത് തകർന്നു പോയി. ഇത് ഫുള്ള് ചെറിയാണ് അല്ലേ? ഇതൊക്കെ കാണുന്നൊക്കെ ചെറിയാട്ടാ. ഇത് ഒരിക്കൽ നവീകരണം ചെയ്തിട്ട് അധികം കാലമായില്ല. അല്ലേ നമ്മൾ ഇതിലാട്ടോ ഇങ്ങനെ നടന്നിറങ്ങി വന്നേ. തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്തുള്ള മുല്ലശ്ശേരിക്കടുത്തുള്ള പറമ്പന്തളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ച്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വളരെയധികം പ്രത്യേകതയുള്ള മാടത്തിലപ്പൻ എന്നൊരു കൺസെപ്റ്റിലുള്ള ഒരു മഹാദേവ ക്ഷേത്രമാണ് ഈ പറമ്പന്തളി മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് എല്ലാവിധ സഹായങ്ങളും ചെയ്തത് പ്രകാശനും നീരജ മേഡമാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ഷേത്രത്തിൽ അനുവാദമില്ലാതെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പാടില്ലാന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വ്യക്തമായിട്ടുള്ള ഒരു അനുവാദം വാങ്ങിച്ചിട്ടാണ് ആ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.